ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ട് നിങ്ങളെല്ലാവരും കണ്ടായിരിക്കുമല്ലോ. അതിൻ്റെ ബാക്കിയാണിത്. നമ്മൾ കഴിഞ്ഞ പാർട്ട് ലൈൻസിനെ പറ്റി പഠിച്ചു. സ്ട്രെയിറ്റ് ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻ, പാരലൽ ലൈൻസ്. കൂടാതെ നമ്മൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് റെക്റ്റാങ്കിൾ വരച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടി പാരലൽ ലൈൻസ് എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. ഓക്കെ, റെഡി? മീൻസ് പാരലൽ ലൈൻസ് രണ്ട് ഹൊറിസോണ്ടൽ ലൈൻസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻസ് തമ്മിൽ വരുമ്പോഴാണ് നമുക്ക് പാരലൽ ലൈൻസ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ അത് സ്ട്രെയിറ്റ് ആയിരിക്കും, അതുപോലെ ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഈ ലൈൻസ് നമ്മൾ എത്ര നീട്ടി കൊടുത്താലും എത്ര വലിയ വര വരച്ച് കഴിഞ്ഞാലും ഒരിക്കലും ഇത് തമ്മിൽ കൂട്ടിമുട്ടില്ല. അങ്ങനെ കൂട്ടിമുട്ടാത്ത സ്ട്രെയിറ്റ് ലൈൻസിനെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിൻ്റെ ഓപ്പോസിറ്റാണ് സൈഡാണ് ഈ വരുന്നത്. ഈ രണ്ടും സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഇത് തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടില്ല. എത്ര എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ ഇത് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ നീണ്ടു പോയിരിക്കും. ഇതും അതുപോലെ നീണ്ടു പോയിരിക്കും, ഒരിക്കലും കൂട്ടിമുട്ടില്ല. അപ്പോൾ ഈ ഒരു സൈഡും പാരലൽ ലൈൻസാണ്. ഇനി നമ്മൾ ഈ വെർട്ടിക്കൽ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു സൈഡ്, ഇത് രണ്ടും പാരലൽ സൈഡ്സ് ആണ്, അല്ലെങ്കിൽ പാരലൽ ലൈൻസ് ആണ് വരുന്നത്. ഞാനിവിടെ ഈ റെക്റ്റാങ്കിളിന് നെയിം കൊടുത്തിട്ടുണ്ട് ABCD. അപ്പോൾ നമ്മൾ ഇതിനെ പറഞ്ഞ റെക്റ്റാങ്കിൾ ABCD എന്നാണ്. ഓക്കെ, റെക്റ്റാങ്കിൾ ABCD. അപ്പോൾ അതിൽ ഈ ലൈൻ സെഗ്മെൻറ്റ് A മുതൽ B വരെയുള്ള AB എന്ന ലൈൻ സെഗ്മെൻറ്റ് DC എന്ന ലൈൻ സെഗ്മെൻറ്റിന് പാരലലാണ്. അതുപോലെ AD എന്ന ലൈൻ സെഗ്മെൻറ്റ് BC എന്ന ലൈൻ സെഗ്മെൻറ്റിന് പാരലാണ്. ഇതാണ് പാരലൽ ലൈൻസ് കൊണ്ട് വരുന്നത്. ഇനി ഇവിടെ ഒരു A വരുന്നുണ്ടല്ലോ, ഈ ഒരു പോയിൻ്റ് കോണർ, ഇതിന് നമ്മളൊരു ആംഗിൾ എന്ന് പറയും. ഈ 4 കോർണേഴ്സ് വരുന്നുണ്ട് ABCD. ഓക്കെ, അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്കിവിടെ കോർണറിൽ 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും ഓരോ കോർണറിലും ഉണ്ടാവുക. റെക്റ്റാങ്കിൾ ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും 90 ഡിഗ്രി തന്നെയാണ് ഉണ്ടാവുന്നത്. 90 ഡിഗ്രി ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഹാഫ് സ്ക്വയർ വരച്ചിട്ടാണ് 90 ഡിഗ്രി ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ആംഗിളിനും ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണെന്ന് ഉറപ്പിക്കുക. എന്ന് വെച്ചാൽ ഈ ഒരു ലൈനിന് ഇത് പെർപെൻഡിക്കുലറാണ്. എന്ന് വെച്ചാൽ ഇതിന് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ ലൈന് വരുന്നത്. അതുപോലെ ഓരോ ആംഗിളും എന്ന് വെച്ചാൽ ഈ ഒരു AB എന്ന ലൈനും CB എന്ന ലൈനും കൂട്ടിമുട്ടുന്ന ഈ ഒരു കോർണറിനാണ് ആംഗിൾ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടുത്തെ ആംഗിൾ എന്ന് വെച്ചാൽ DCB എന്ന ലൈനിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് DC എന്ന ലൈനും BC എന്ന ലൈനും കൂട്ടിമുട്ടുന്ന ഈ C എന്ന പോയിൻ്റ്, ഇതാണ് ഇവിടുത്തെ ആംഗിൾ. ഇനി ഇവിടെ ADC ഇങ്ങനെ എടുക്കുക, ഈ എൽ ഷേപ്പ് എടുക്കുകയാണെങ്കിൽ ഇതിലെ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. എന്ന് വെച്ചാൽ AD എന്ന ലൈനും DC എന്ന ലൈനും തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ്. ദിസ് എ റൈറ്റ് ആംഗിൾ. ഇനി ആംഗിൾ എഴുതുന്ന രീതി നമ്മൾ ഇങ്ങനെയാണ് ആംഗിൾ എന്ന് കൊടുക്കുക. ആംഗിൾ ABC ഇങ്ങനെ പറഞ്ഞാൽ ഈ സെൻറ്ററിൽ ഏതാണ് ലെറ്റർ വന്നത്? B ആണല്ലോ. അപ്പോൾ B എന്ന ആംഗിളിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. B എന്ന ആംഗിൾ ഇതാണല്ലോ. അപ്പോൾ ABC ഇങ്ങനെയുള്ള ഒരു എൽ ഷേപ്പ്, ഇതിൻ്റെ ആംഗിൾ ഈ സെൻറ്ററിലാണ്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നെക്സ്റ്റ് ഈ ഒരു ആംഗിൾ ഇങ്ങനെയുള്ള BC എന്ന ലൈനും അതുപോലെ DC, ഈ C എന്ന് കൂട്ടിമുട്ടുന്ന ഒരു ആംഗിളാണ്. അപ്പോൾ ഈ ആംഗിൾ C എന്ന് ഇങ്ങനെ എഴുതാം നമുക്ക്. ആ C എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? BC അതുപോലെ DC, ഈ രണ്ട് ലൈൻ തമ്മിൽ വരുമ്പോൾ കൂട്ടിമുട്ടുമ്പോഴാണ് ആംഗിൾ C ഉണ്ടാകുന്നത്. നമുക്കിതിനെ ആംഗിൾ BCD ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് ഈ ആംഗിളിനെ പറ്റി എഴുതണം. ഓക്കെ, നമ്മളെങ്ങനെ എഴുതാം? ഈ ആംഗിൾ ഏത് ആംഗിളിനെ പറ്റിയാണ് എഴുതുന്നത്? ആ ലെറ്റർ നമ്മൾ സെൻറ്ററിൽ വേണം വരാൻ, ഇതുപോലെ സെൻറ്ററിൽ വേണം വരാൻ. അപ്പോൾ നമുക്ക് ഈ A എന്നുള്ള ആംഗിൾ എഴുതണം. നമ്മളെങ്ങനെ എഴുതും? DAB എന്ന് എഴുതാം. ഓക്കെ, ആംഗിൾ DAB, ഈ ആംഗിൾ ഡിനോട്ട് ചെയ്യുന്നു. ഇതിനെ തിരിച്ചു എഴുതാം കേട്ടോ. ആംഗിൾ DAB എന്ന് എഴുതാം. അപ്പോൾ ഇതിങ്ങോട്ട് ഓപ്പോസിറ്റ് ആയിട്ട് BAD എന്ന് എഴുതാം. ആംഗിൾ BAD. അപ്പോൾ നോക്കിയേ, രണ്ടിന് സെൻറ്ററിലുള്ള ലെറ്ററാണ് A. ഇത് രണ്ടും ഡിനോട്ട് ചെയ്യുന്നത് ആംഗിൾ Aനാണ്. ഇതുപോലെ നമുക്ക് ഓരോ ആംഗിളിനും എഴുതാം. അപ്പോൾ ABC, ഈ B എന്ന ആംഗിൾ ABC നിന്ന് നമുക്ക് തിരിച്ച്
ബി എ, ആംഗിൾ സി ബി എ, ഇങ്ങനെ എഴുതാം. അപ്പോൾ സെൻറ്ററിൽ ഏത് ലെറ്റർ ആണോ ആ ആംഗിളിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇതാ ഈ ഒരു ലൈൻ കണ്ടല്ലോ, ഈ രണ്ട് ലൈൻ തമ്മിൽ ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്. നമുക്കിതിന് ജസ്റ്റ് നമുക്കൊരു പേര് കൊടുക്കാം. അപ്പോൾ എ ബി സി ഇത് കൊടുക്കാം, അല്ലെങ്കിൽ എക്സ് വൈ സെഡോ, അല്ലെങ്കിൽ ജി എഫ് ഇ ജി എഫോ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇ എഫ് ജി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ആംഗിളിനെ പറ്റി. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് ഇതിനെപ്പറ്റി പഠിച്ചു പോകുന്നുണ്ട്, പക്ഷേ ആംഗിൾ എന്ന് പറഞ്ഞിട്ടല്ല, പക്ഷേ ഇതൊക്കെ ബേസിക്കായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ ഏതാ വരുന്നത്? രണ്ട് ലൈൻ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? ഈ ഒരു എഫിലാണ് കൂട്ടിമുട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ കോർണറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടിയത്. നമ്മൾ നേരത്തെ പറഞ്ഞു റൈറ്റ് ആംഗിളിന് ഹാഫ് സ്ക്വയറാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഈ കോർണറിൽ ഇങ്ങനെയൊരു ഹാഫ് സർക്കിളാണ് വരച്ചെടുക്കുന്നത്. ഇങ്ങനെയാണ് ആംഗിൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ എഫ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ആംഗിൾ ഇ എഫ് ജി, ആംഗിൾ ഇ എഫ് ജി, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എഫ് എന്ന് എഴുതാം. അപ്പോൾ ഇത് സെൻറ്ററിലുണ്ടല്ലോ എഫ് വന്നു. അപ്പോൾ ഈ ആംഗിളിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിളിന് എത്ര ആംഗിൾസ് വരുന്നുണ്ട് നോക്കാം. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. നമുക്ക് ഏത് ട്രയാങ്കിൾ ആയിക്കോട്ടെ, ഏത് ഷേപ്പിലുള്ള ട്രയാങ്കിൾ ആയാലും കുഴപ്പമില്ല, ആംഗിൾസ് ഒക്കെ സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഒരു പേര് കൊടുത്ത് ഡിനോട്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്കിതിനെ എക്സ് വൈ സെഡ് എന്ന് കൊടുക്കാം. എക്സ് വൈ സെറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ എത്ര ആംഗിൾസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര കോർണേഴ്സ് വരുന്നുണ്ട്? 1 2 3, 3 കോർണേഴ്സ് എന്ന് വെച്ചാൽ 3 ആംഗിളും വരുന്നുണ്ട്. ഏതൊക്കെ ആംഗിൾസ് വരുന്നത്? ആംഗിൾ എക്സ്, ആംഗിൾ വൈ, ആംഗിൾ സെറ്റ്. ഓക്കെ, ആംഗിൾ എക്സ്, ആംഗിൾ വൈ, ആംഗിൾ സെറ്റ്. അപ്പോൾ ഈ ആംഗിൾ എക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെ ഉണ്ടാകുന്നത്? വൈ എക്സ് എന്ന ഈ ലൈനും സെറ്റ് എക്സ് എന്ന ഈ ലൈനും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് ആംഗിൾ എക്സ് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ വൈ എക്സ് സെറ്റ്, ആംഗിൾ വൈ എക്സ് സെറ്റ്, വൈ എക്സ് സെറ്റ്. അപ്പോഴാണ് ഈ ആംഗിൾ ഉണ്ടാകുന്നത്. ഇതിനെ തിരിച്ചു എഴുതാം കേട്ടോ. എന്ന് വെച്ചാൽ വൈ എക്സ് സെറ്റിന് പകരം സെഡ് എക്സ് വൈ എന്ന് എഴുതാം. എന്ന് വെച്ചാൽ സെഡ് എക്സ് വൈ. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, ഓർ ആംഗിൾ സെറ്റ് എക്സ് വൈ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ആംഗിളിനെ പറ്റിയാണ് എഴുതുന്നത് ആ ലെറ്റർ നമ്മൾ സെൻറ്ററിൽ വരാൻ ശ്രദ്ധിക്കുക. ആ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ ആ ആംഗിളിനെ ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആംഗിൾ വരുന്നത് ഇവിടെ വൈയിലാണ്. ഈ വൈ ആംഗിൾ വൈ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? എക്സ് വൈ എന്ന ലൈനും സെറ്റ് വൈ എന്ന ലൈനും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് വൈ സെറ്റ്, ആംഗിൾ എക്സ് വൈ സെറ്റ്. അല്ലെങ്കിൽ എന്ത് എഴുതാം? തിരിച്ച് സെറ്റ് വൈ എക്സ്. ഓക്കെ, ഇതിന് നമ്മൾ സെറ്റ് വൈ എക്സ് എന്ന് എഴുതാം. രണ്ട് എഴുതിയാലും ശരിയാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഏത് ആംഗിളാണ് നമ്മൾ എഴുതുന്നത് ആ ആംഗിൾ എപ്പോഴും ഈ സെൻറ്ററിൽ വരണം. നെക്സ്റ്റ് ആംഗിൾ വരുന്നത് ഈ സെറ്റാണ്. ആ ആംഗിൾ സെറ്റ് ഫോം ചെയ്യുന്നത് എക്സ് സെറ്റ് എന്ന ലൈനും വൈ സെറ്റ് എന്ന ലൈൻ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ്. സോ ആംഗിൾ എക്സ് സെറ്റ് വൈ, ആംഗിൾ വൈ സെറ്റ് എക്സ്. ഓക്കെ, രണ്ട് ഇതിൽ എഴുതാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സെഡ് എന്ന ആംഗിളാണ്. അപ്പോൾ സെഡ് എപ്പോഴും സെൻറ്ററിൽ വേണം വരാൻ. അപ്പോൾ ഒന്ന് വൈ സെറ്റ് എക്സ്, വൈ സെറ്റ് എക്സ്, അല്ലെങ്കിൽ നമുക്ക് ആംഗിൾ എക്സ് സെറ്റ് വൈ, എക്സ് സെറ്റ് വൈ, ഇങ്ങനെ എഴുതാം. ഡ്രോ എ പാരലോഗ്രാം ഓഫ് 5 cm ആൻഡ് 3 cm. നെക്സ്റ്റ് പാരലോഗ്രാം നമ്മൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അത് നമുക്ക് ഒന്നെങ്കിൽ 5 cm ബേസ് ആയിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ 3 cm എടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു 5 cm എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് 0 നിന്നും അത് മാർക്ക് ചെയ്യുക, എന്നിട്ട് 5 ഒന്ന് മാർക്ക് ചെയ്യുക, ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് അവിടുന്ന് 0 നിന്ന് 5 ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ 3 മാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇഷ്ടമാണ് ഏത് വേണം ബേസിലെന്ന് വെച്ചാൽ ആദ്യം വരയ്ക്കേണ്ടതെന്ന് നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 0 to 5 വരെ ലൈൻ വരച്ചിട്ടുണ്ട്. ഇറ്റ്സ് 5 സെൻറ്റിമീറ്റർ. നമുക്ക് 5 സെൻറ്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ 3 സെൻറ്റിമീറ്റർ വരയ്ക്കേണ്ടത്. അപ്പോൾ പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഓക്കെ, രണ്ടും കൂട്ടിമുട്ടാത്ത സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ റെക്റ്റാങ്കിൾ പാരലോഗ്രാം ആണ്, പക്ഷേ എങ്കിലും നമ്മൾ സാധാരണയായിട്ട് സ്ലാൻഡിങ് ലൈൻസും കൂടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റ് സ്ക്വയർ നോക്കിയാൽ തന്നെ അറിയാം, ഈ ഒരു കോർണർ അല്ലെങ്കിൽ ഈ സൈഡ് നമുക്കൊരു ലൈൻ, സ്ലാൻഡിങ് ലൈനാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡ് പോയിൻറ്റിൽ നമ്മുടെ സെറ്റ് സ്ക്വയറിൻ്റെ കോർണർ വെച്ച് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വരച്ച ലൈനും സെറ്റ് സ്ക്വയറിൻ്റെ ബേസും തമ്മിൽ ഒരേ ലെവലിലായിരിക്കണം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരു കോർണറിലാണ് വരയ്ക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിലോട്ട് സെറ്റ് സ്ക്വയർ വെച്ചിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ചില സെറ്റ് സ്ക്വയറിൻ്റെ ഈ കോർണർ ഷാർപ്പായിരിക്കില്ല. എപ്പോഴും ഷാർപ്പായിരിക്കണം. അപ്പോൾ ഷാർപ്പായിട്ടില്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം വെക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു എൻഡ് പോയിൻറ്റിനെ നോക്കിയിട്ട് വേണം വെക്കാൻ. അതുപോലെ ബേസ് ലൈനും സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് 3 സെൻറ്റിമീറ്ററാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ സെറ്റ് സ്ക്വയർ തന്നെ നമുക്ക് 3 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ ആ 3 സെൻറ്റിമീറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മൾ ലൈന് വരച്ച് കൊടുക്കുകയാണ്. ഞാൻ ലൈൻ വരയ്ക്കേണ്ട. അപ്പോൾ ഈ കോർണർ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് പാരലൽ ലൈൻ വരയ്ക്കണം. അപ്പോൾ നമ്മളൊരിക്കലും ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ച് വരയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ലൈൻ ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലേ. പക്ഷേ നമുക്ക് വേണ്ടത് ഈ ഒരു ലൈനിന് പാരലലായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ സ്കെയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതേ ലെവലിൽ തന്നെ ഇങ്ങനെ വേണം വരയ്ക്കാൻ. അപ്പോൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത്, അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. പക്ഷേ നമുക്ക് ഇവിടെ ബേസ് ലൈൻ ആകെ 5 സെൻറ്റിമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ഈ സെറ്റ് സ്ക്വയർ ചെരിഞ്ഞൊക്കെ പോവാം അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ കയറ്റി വെച്ചാലും നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ ലൈന് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് ഈ സ്കെയിൽ യൂസ് ചെയ്ത് നമുക്ക് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം, നീട്ടി കൊടുക്കാം. എന്നിട്ട് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വരച്ച് കൊടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വരച്ച ലൈൻ ഉണ്ടല്ലോ 5 സെൻറ്റിമീറ്റർ, അതിന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക, വളയാതെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ ഈ സ്കെയിലിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് പോയിന്റിൽ നിന്നാണോ വരയ്ക്കേണ്ടത് അവിടേക്ക് ഈ സെറ്റ് സ്ക്വയർ സ്ലൈഡ് ചെയ്യുക, ഇങ്ങനെ നീക്കി കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ലൈൻ വരച്ച് കൊടുക്കുക. ഒരിക്കലും സ്കെയിൽ റിമൂവ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ഇവിടെയാണ് പോയിൻ്റ് ഉള്ളത്, ഇതിന് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് വരച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ലൈനും പാരലലാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഓക്കെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്, ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടുകയില്ല. ഇനി നമുക്കതിൻ്റെ ടോപ്പിലുള്ള എൻഡ് പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ പെൻസിൽ യൂസ് ചെയ്താണ് വരയ്ക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പെൻ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ഡ്രോയിങ് വരയ്ക്കുകയാണ് നമ്മളെപ്പോൾ ഷാർപ്പായുള്ള പെൻസിൽ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇത് ഒരു പാരലോഗ്രാമാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് വരുന്നത്. ഈ 2 ലൈൻ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഞാനിപ്പോൾ അതിനെ ABCD എന്ന് വരച്ചു. എന്ന് വെച്ചാൽ AD എന്ന ലൈനും CB അല്ലെങ്കിൽ BC എന്ന ലൈൻ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടില്ല. അത് രണ്ടും പാരലലാണ്. അതുപോലെ AB എന്ന ലൈനും DC എന്ന ലൈനും പാരലലാണ്. ഇതും ഒരിക്കലും കൂട്ടിമുട്ടില്ല.